കഴിവും നേത്രക്ഷേമവും ഇല്ല. മൊജ്തബയെ പിൻഗാമിയാക്കുന്നതിൽ അയത്തുള്ള ഖമേനി എതിർത്തിരുന്നതായി റിപ്പോർട്ട്. വാഷിംഗ്ടൺ. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട അയത്തുള്ള ഖമേനി തന്റെ മകൻ മൊജ്തബ ഖമേനിയെ പിൻഗാമിയാക്കുന്നതിനെ എതിർത്തിരുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്, മറ്റ് മുതിർന്ന യുഎസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് സമർപ്പിച്ച യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഭരണം നയിക്കുവാൻ കഴിവും നേത്ര നൈപുണ്യവും തന്റെ മകൻ ഇല്ലെന്ന് ഖമേനി വിശ്വസിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ ഒരു പാരമ്പര്യ വ്യവസ്ഥയ്ക്കായി മാറ്റുന്നതിനെ ഖമേനി എതിർത്തിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞയാഴ്ച പുതിയ പരമോന്നത നേതാവായി അയത്തുള്ളയുടെ പിൻഗാമിയായി തന്നെ മൊജ്തബയെ തിരഞ്ഞെടുത്തതായി ഇറാൻ പ്രഖ്യാപിച്ചു. അപ്പോക്കാലിപ്സിൽ ആസക്തിയുള്ള തീവ്രവാദിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൊജ്തബയെ ഫെബ്രുവരി 28 തന്റെ പിതാവ് കൊല്ലപ്പെട്ടതിനു ശേഷം പൊതുജനങ്ങൾക്കിടയിൽ കാണുകയോ എവിടെയാണെന്നുള്ള വിവരം കേൾക്കുകയോ ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ മൊജ്തബയെ ഗുരുതരമായി പരിക്കേറ്റ് കൊല്ലപ്പെട്ടുവെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്.